നമസ്കാരം, മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മൈക്രോസോഫ്റ്റ് വീഡിൽ നിന്നുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്തത്. ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മീനിങ് ഓഫ് ഷിഫ്റ്റ് പ്ലസ് ഹോം, അതായത് ഷിഫ്റ്റ് കീയും നമ്മുടെ കീബോർഡിലെ ഹോം കീയും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ലഭിക്കുക, അല്ലെങ്കിൽ അത് എന്തിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് ഷിഫ്റ്റ് പ്ലസ് ഹോം എന്നുള്ളത്. ടു ദ എൻഡ് ഓഫ് ദ ലൈൻ, ഒരു ലൈനിൻ്റെ എൻഡിലേക്ക് പോകാനാണോ? ഹൈലൈറ്റ് ഓൾ ദ ടെക്സ്റ്റ് ടു ദ ലെഫ്റ്റ് ഓഫ് ദ കൈസർ, കൈസറിന് ലെഫ്റ്റ് സൈഡിലുള്ള ടെക്സ്റ്റിനെ ഹൈലൈറ്റ് ചെയ്യാനാണോ? ടു ദി പ്രീവിയസ് ലൈനിലേക്ക് പോകാനാണോ? ടു ദി നെക്സ്റ്റ് ലൈനിലേക്ക് പോകാനാണോ? ഏതാണ് ഷിഫ്റ്റ് പ്ലസ് ഹോം? ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഹൈലൈറ്റ് ഓൾ ദ ടെക്സ്റ്റ് ടു ദി ലെഫ്റ്റ് ഓഫ് ദി കൈസർ. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് അറിയാമോ? ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. നോക്കി, ഇവിടെയാണ് എൻ്റെ കൈസർ ഇരിക്കുന്നത്. ഞാനിപ്പോൾ എന്ത് ചെയ്തു? കീബോർഡിൽ ഷിഫ്റ്റും ഹോമും പ്രസ് ചെയ്തു. ഹോം കീയും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈസറിൻ്റെ ലെഫ്റ്റിലോട്ടുള്ള ആ ഒരു ലൈനിലുള്ള ടെക്സ്റ്റ് ഫുൾ എന്ത് ചെയ്യും? ഹൈലൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ സെലക്ട് ചെയ്യും. അപ്പോൾ ഇതാണ് ഷിഫ്റ്റ് പ്ലസ് ഹോം. മറന്നു പോകരുത്. എന്താ? കഴ്സറിൻ്റെ ലെഫ്റ്റിലോട്ടുള്ള ടെക്സ്റ്റിനെ ഹൈലൈറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ ചാർട്ട് വിച്ച് ഇല്ലുസ്ട്രേറ്റ് കമ്പാരിസൺ എമംഗ് ഇൻഡിവിജ്വൽ ഐറ്റത്തിൻ്റെ കമ്പാരിസണിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ചാർട്ട് ഏതാണ്? പൈ ചാർട്ടാണോ, ബാർ ചാർട്ടാണോ, കോളം ചാർട്ടാണോ? ഏതാണ്? ബാർ ഗ്രാഫ് പോലെ വരുന്ന ബാർ ചാർട്ടാണ് നമ്മൾ ഇൻഡിവിജ്വൽ ഐറ്റത്തിൻ്റെ കമ്പാരിസണിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടൈറ്റിൽ കേസ് ഇൻ ചേഞ്ച് കേസിലെ ടൈറ്റിൽ കേസ് എന്താണ്? ചേഞ്ച് ഓൾ സെലക്റ്റഡ് ടെക്സ്റ്റ് ടു ലോവർ കേസ്, എല്ലാം ലോവർ കേസ് ആക്കുമോ? ചേഞ്ച് ഓൾ ടെക്സ്റ്റ് ടു ക്യാപിറ്റൽ ലെറ്റർ, എല്ലാം ക്യാപിറ്റൽ ലെറ്ററിലാക്കുമോ? അതുപോലെ തന്നെ ക്യാപിറ്റലൈസസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ഈച്ച് വേർഡിൻ്റെ സെലക്ഷൻ, ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലൈസ് ചെയ്യുകയാണോ? ക്യാപിറ്റലൈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ഫസ്റ്റ് വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ മാത്രമാണോ ക്യാപിറ്റലൈസ് ചെയ്യുന്നത്? ഏതാണ്? ടൈറ്റിൽ കേസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലൈസ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ഈച്ച് വേർഡിൻ്റെ സെലക്ഷൻ, നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു സെലക്ഷനിലുള്ള ഓരോ വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്റർ എന്ത് ചെയ്യും? ക്യാപിറ്റലൈസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് വേർഡ് 2007 അങ്ങനെ തന്നെയാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഏതാണ്? ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് എന്ന് പറഞ്ഞത് ഏതാണ്? ടൈറ്റിൽ കേസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ MS വേർഡ് ദെയർ ആർ ഡാഷ് അലൈൻമെൻറ്റ്സ്. എത്ര ടൈപ്പ് ഓഫ് അലൈൻമെൻറ്റ്സ് ആണ് വേർഡിനകത്തുള്ളത്? എത്ര അലൈൻമെൻറ്റ്സ് ആണുള്ളത്? 3 ആണോ, 4 ആണോ, 2 ആണോ, 1 ആണോ? എത്ര ടൈപ്പ് ഉണ്ട്? 4 അലൈൻമെൻറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ് അലൈൻമെൻറ്റ്? ലെഫ്റ്റ് അലൈൻമെൻറ്റ്, റൈറ്റ് അലൈൻമെൻറ്റ്, സെൻറ്റർ അലൈൻമെൻറ്റ് ആൻഡ് ജസ്റ്റിഫൈ. ഇതാണ് 4 ടൈപ്പ് ഓഫ് അലൈൻമെൻറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഫൂട്ട് നോട്ട്സ് എന്നാണ്. ഫൂട്ട് നോട്ട്സ് ആർ ടൈപ്ഡ് ഇൻ. ഫൂട്ട് നോട്ട്സ് എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത്? സിംഗിൾ ലൈൻ സ്പേസിംഗ് ആണോ, ഡബിൾ ലൈൻ സ്പേസിംഗ് ആണോ, ട്രിപ്പിൾ ലൈൻ സ്പേസിംഗ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? എങ്ങനെയാണ് നമ്മൾ ഫൂട്ട് നോട്ട്സ് ഒക്കെ ടൈപ്പ് ചെയ്യുന്നത്? സിംഗിൾ ലൈൻ സ്പേസ് ആണ് ഫൂട്ട് നോട്ട്സിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫൂട്ട് നോട്ട്സ് ടൈപ്പ് ചെയ്യുന്നത് ഏത് ലൈൻ സ്പേസിലാണ്? സിംഗിൾ ലൈൻ സ്പേസിലാണ് ഫൂട്ട് നോട്ട്സ് ടൈപ്പ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ സൈസ് ഓഫ് A4 പേപ്പർ? ഒരു A4 പേപ്പറിൻ്റെ സൈസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പോലും നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, ഫൂട്ട് നോട്ട്സ് ആർ ടൈപ്ഡ് ഇൻ. എങ്ങനെയാണ് ഫൂട്ട് നോട്ട്സ് A4 സൈസ് പേപ്പറിൻ്റെ സൈസ് എന്താണ്? ഏതൊക്കെയാണ്? 148 × 210 mm, 210 × 297 mm, 229 × 324 mm, 297 × 420 mm. ഇതിൽ ഏതാണ് ഒരു A4 സൈസ് പേപ്പർ അല്ലെങ്കിൽ A4 പേപ്പറിൻ്റെ സൈസ് എന്ന് പറയുന്നത്? ഏതാണ്? 210 × 297 mm ആണ് ആൻസർ ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഓപ്ഷൻ ക്യാൻ ബി സീൻ ഓൺ ഡാഷ് മെനു. ഏത് മെനുവിലാണ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് കാണുന്നത്? എഡിറ്റിങ്ങിലാണോ, വ്യൂയിലാണോ, ഇൻസേർട്ടിലാണോ, ഇല്ലുസ്ട്രേഷൻസിലാണോ? ഏതിലാണ്? എഡിറ്റിങ്ങിലാണ്. എഡിറ്റിംഗ് എന്ന് എവിടെയാണ് വരുന്നത്? നമ്മുടെ ഹോം ടാബിൽ ഏറ്റവും ലാസ്റ്റുള്ള ടാബാണ് ഏതെന്ന് പറയുന്നത്? എഡിറ്റിംഗ്. എഡിറ്റിങ്ങിനകത്താണ് ഫൈൻഡ്, റീപ്ലേസ്, സെലക്ട്, ഈ 3 ഓപ്ഷനും വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഹൊറിസോണ്ടൽ ബാർ അറ്റ് ദ ബോട്ടം ഓഫ് ദ സ്ക്രീൻ ഈസ് കോൾഡ്. നമ്മുടെ സ്ക്രീനിൻ്റെ ഏറ്റവും താഴെ കാണപ്പെടുന്ന ഒരു ഹൊറിസോണ്ടൽ ബാർ ഉണ്ട്. അതിൻ്റെ പേരെന്താണ്? ടാസ്ക് ബാർ ആണോ, സ്ക്രോൾ ബാർ ആണോ,
ടൂൾ ബാർ ആണോ മെനു ബാർ ആണോ ഏതാണ്? എപ്പോഴും ഓർത്തിരിക്കുക, സ്ക്രീനിൻ്റെ ഏറ്റവും താഴെ കാണുന്ന ബാർ ഏതാ, ഹൊറിസോണ്ടൽ ബാർ ഏതാണെന്ന് ചോദിച്ചാൽ അത് ടാസ്ക് ബാർ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ടെക്സ്റ്റ് ഈസ് പ്രിന്റഡ് ഓർ ടൈപ്ഡ് ലെങ്ത് വൈസ് ഈസ് കോൾഡ്. നമ്മൾ ലെങ്ത് വൈസ് ആയിട്ട് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുവാണെങ്കിൽ അതിന് എന്ത് പറയും? ലാൻഡ്സ്കേപ്പ് ആണോ, ജസ്റ്റിഫൈഡ് ആണോ, പോർട്രേറ്റ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഏതാണ്? ലെങ്ത് വൈസ് ആണെന്നുണ്ടെങ്കിൽ അത് പോർട്രേറ്റും, അതുപോലെ തന്നെ വിഡ്ത് വൈസ് ആണെങ്കിൽ അത് ലാൻഡ്സ്കേപ്പുമാണ്. ജസ്റ്റിഫൈഡ് എന്താണ്? ജസ്റ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അലൈൻമെൻ്റ് ആണ് ജസ്റ്റിഫൈഡ്. അതായത് രണ്ട് ലെഫ്റ്റും റൈറ്റും മാർജിനിൽ ഈക്വലായിട്ട് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റിഫൈഡ് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അടുത്ത നോക്കിയേ, ഫൂട്ട് നോട്ട് കമാൻഡ് ഈസ് പ്രസൻറ്റ് ഇൻ ഡാഷ് ടാബ്. ഫൂട്ട് നോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, അതിപ്പോൾ ഏത് ടാബിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻസേർട്ടിലാണോ, ഹോമിലാണോ, വ്യൂയിലാണോ, റെഫറൻസസിലാണോ? എവിടെയാണ് ഫൂട്ട് നോട്ട് നമ്മൾ പഠിച്ചത്? റെഫറൻസ് ടാബിലാണ് ഫൂട്ട് നോട്ട് ഓപ്ഷൻ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ വേർഡ് ഡോക്യുമെന്റ് പേജ് നമ്പർ ഈസ് ഇൻസേർട്ടഡ് ഇൻറ്റു. ഒരു ഡോക്യുമെൻറ്റിൻ്റെ പേജ് നമ്പർ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് എവിടെയാണ്? ഇൻ എ വേർഡ് ഡോക്യുമെൻറ്റ് പേജ് നമ്പർ ഈസ് ഇൻസേർട്ടഡ് ഇൻറ്റു. വേർഡ് ഡോക്യുമെൻറ്റിൽ പേജ് നമ്പർ എവിടെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്? മെയിൽ മെർജിലാണോ, ലൈൻ സ്പേസിങ്ങിലാണോ, സ്പെൽ ചെക്കിലാണോ, ഹെഡർ ആൻഡ് ഫൂട്ടർ ആണോ? ഏതാണ് ഓപ്ഷൻ ആൻസർ വരുന്നത്? ഹെഡർ ആൻഡ് ഫൂട്ടർ ആണ് ആൻസർ വരുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹെഡർ ആൻഡ് ഫൂട്ടർ. എന്തിനാണ് നമുക്ക് ഹെഡർ? എല്ലാ പേജിലും ടോപ്പിൽ നമുക്ക് ഏതെങ്കിലും ടെക്സ്റ്റ് വരണമെങ്കിൽ ഹെഡറും, അതുപോലെ തന്നെ എല്ലാ പേജിൻ്റെയും ബോട്ടം സൈഡിൽ ഏതെങ്കിലും ടെക്സ്റ്റ് വരണമെങ്കിൽ ഫൂട്ടറും യൂസ് ചെയ്യും. ഹെഡർ ആൻഡ് ഫൂട്ടറിൽ നമുക്ക് എന്ത് കൊടുക്കാം? പേജ് നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അതല്ലാതെ തന്നെ പേജ് നമ്പർ ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഫംഗ്ഷൻ കീ ഈസ് യൂസ്ഡ് ഫോർ സെലക്ടിങ് വേർഡ് ഹെൽപ്പ്. ഹെൽപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ അല്ലെങ്കിൽ ഫംഗ്ഷൻ കീ ഏതാണ്? F1 ആണ് ഹെൽപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത ഷോർട്ട് കട്ട് കീ യൂസ്ഡ് ഫോർ ഇൻസേർട്ടിങ് ലൈൻ ബ്രേക്ക് ഇൻ എ വേർഡ്. വേർഡ് ഡോക്യുമെൻറ്റിൽ ലൈൻ ബ്രേക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ഏതാണ്? ഷിഫ്റ്റ് പ്ലസ് എൻ്റർ ആണോ, കൺട്രോൾ പ്ലസ് എൻ്റർ ആണോ, കൺട്രോൾ പ്ലസ് കെ ആണോ, ഷിഫ്റ്റ് പ്ലസ് കെ ആണോ? ഏതാണ്? ഷിഫ്റ്റ് പ്ലസ് എൻ്റർ ആണ് ലൈൻ ബ്രേക്കിന് യൂസ് ചെയ്യുന്നത്. ഷിഫ്റ്റ് പ്ലസ് എൻ്റർ ആണ്. കൺട്രോൾ പ്ലസ് എൻ്റർ എന്ന് പറഞ്ഞാൽ പേജ് ബ്രേക്ക് ആണ്. കൺട്രോൾ പ്ലസ് കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? ഹൈപ്പർ ലിങ്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ആണ്. ഷിഫ്റ്റ് പ്ലസ് കെ നമുക്കറിയാമല്ലോ, സ്മോൾ ലെറ്ററോ ക്യാപിറ്റൽ ലെറ്ററോ അങ്ങനെ കൊടുക്കാനാണ് ഷിഫ്റ്റ് പ്ലസ് കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലൈൻ ബ്രേക്ക് ആണെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് എൻ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഹെൽപ്സ് ടു സേവ് എ ഡോക്യുമെൻ്റ് ഇൻ അനദർ നെയിം. നമ്മൾ ഒരു ഡോക്യുമെൻ്റ് സേവ് ചെയ്തിട്ടുള്ള പേര് മാറ്റിയിട്ട് മറ്റൊരു പേരിൽ ഒരു ഡോക്യുമെൻറ്റിനെ സേവ് ചെയ്യാൻ വേണ്ടി ഏത് ഓപ്ഷനാണ് യൂസ് ചെയ്യുക? ഓപ്പൺ ആണോ, എഡിറ്റ് ആണോ, സേവ് ആസ് ആണോ, സേവ് ആണോ? ഏതാണ് യൂസ് ചെയ്യുക? സേവ് ചെയ്ത പേര് മാറ്റി വേറൊരു പേര് സേവ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരു ലൊക്കേഷനിൽ സേവ് ചെയ്യാനോ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് സേവ് ആസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ടോട്ടൽ നമ്പർ ഓഫ് ചേഞ്ച് കേസസ് അവൈലബിൾ ഇൻ MS വേർഡ്. വേർഡിനകത്ത് എത്ര ചേഞ്ച് കേസ് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്? 4 ആണോ, 7 ആണോ, 5 ആണോ, 6 ആണോ? എത്ര എണ്ണം അവൈലബിൾ ആയിട്ടുണ്ട്? 5 ചേഞ്ച് കേസ് ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഇവിടെ നോക്കിയേ, സെൻറ്റൻസ് കേസ് ഉണ്ട്, ലോവർ കേസ് ഉണ്ട്, അപ്പർ കേസ് ഉണ്ട്, ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് അതല്ലെങ്കിൽ ടൈറ്റിൽ കേസ്, അതുപോലെ തന്നെ ടോഗിൾ കേസ്. ഇങ്ങനെ 5 ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ചേഞ്ച് കേസിനകത്ത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, The option of minimize, maximize and close are located in. അതായത് മിനിമൈസ് ബട്ടൺ, മാക്സിമൈസ് ബട്ടൺ, ക്ലോസ് ബട്ടൺ ഇതെല്ലാം എവിടെയാണ് കാണപ്പെടുന്നത്? മെനു ബാറിലാണോ, സ്റ്റാറ്റസ് ബാറിലാണോ, ടൈറ്റിൽ ബാറിലാണോ, ടാസ്ക് ബാറിലാണോ? എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യമേ വേർഡ് പഠിച്ചപ്പോൾ തന്നെ നമ്മൾ ആദ്യം നമ്മളൊരു വിൻഡോ ഓപ്പൺ ആക്കുമ്പോഴേ പഠിക്കുന്നത് എന്താണ്? ടൈറ്റിൽ ബാറാണ്. ടൈറ്റിൽ ബാറിൽ എന്തൊക്കെയാണുള്ളത്? നെയിം ഓഫ് ദ ഡോക്യുമെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മിനിമൈസ് ബട്ടണും മാക്സിമൈസ് റീസ്റ്റോർ ബട്ടൺ, അതുപോലെ തന്നെ ക്ലോസ് ബട്ടൺ ഉണ്ട്. പിന്നെ എന്താണ്? ലെഫ്റ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ക്വിക്ക് ആക്സസ് ടൂൾ ബാറും ഉണ്ട്. ഇത്രയുമാണ് ടൈറ്റിൽ ബാറിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടു സെറ്റ് ദ ഡോക്യുമെൻറ്റ്സ് മാർജിൻ, ഇൻഡെൻറ്റ് ആൻഡ് ടാബ്സ് ഡാഷ് ബാർ ഈസ് യൂസ്ഡ്. ഡോക്യുമെൻറ്റിൻ്റെ മാർജിനും ഇൻഡെൻറ്റും ടാബും ഒക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? സ്റ്റാറ്റസ് ആണോ,
ടാസ്ക് ബാർ ആണോ യൂസ് ചെയ്യുന്നത്, റൂളർ ആണോ യൂസ് ചെയ്യുന്നത്, അതോ ടൈറ്റിൽ ബാർ ആണോ യൂസ് ചെയ്യുന്നത്? എവിടെയാണ്? റൂളർ ആണ് യൂസ് ചെയ്യുന്നത്. റൂളറിലാണ് നമ്മുടെ മാർജിൻ അതുപോലെ തന്നെ ഇൻഡൻറ്റ് ടാബ്സ് ഒക്കെ കാണപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് പേജസ്. നമ്മുടെ നമ്പർ ഓഫ് പേജസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഓട്ടോ കറക്റ്റ് ആണോ, ഗ്രിഡ് ലൈൻസ് ആണോ, ഷ്രിങ്ക് ടു ഫിറ്റ് ആണോ, മെയിൽ മർജ് ആണോ? ഏതായിരിക്കും? ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഏതാണ് ആൻസർ? ഷ്രിങ്ക് ടു ഫിറ്റ്. ഷ്രിങ്ക് ടു ഫിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ ഓഫ് പേജസ് റെഡ്യൂസ് ചെയ്യാം. അടുത്ത, ഡാഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ന്യൂ ടെക്സ്റ്റ് ഫോർ ദി എക്സിസ്റ്റിംഗ്. ഒരു പഴയ ടെക്സ്റ്റിനെ പുതിയ ടെക്സ്റ്റ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഏത് ഓപ്ഷനാണ്? ഫൈൻഡ് ആണോ, റീപ്ലേസ് ആണോ, ഗോ ടു ആണോ, ലൊക്കേറ്റ് ആണോ? ഏതാണ്? റീപ്ലേസ്. ഒരു പഴയ ടെക്സ്റ്റിനെ മാറ്റി അവിടെ പുതിയ ടെക്സ്റ്റിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏത് ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത്? റീപ്ലേസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടു എംഫസൈസ് എ ലെറ്റർ യൂസ്. ഒരു ലെറ്ററിനെ എംഫസൈസ് ചെയ്ത് കാണിക്കണമെങ്കിൽ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? ബോൾഡ് ആണോ, ഇറ്റാലിക് ആണോ, അണ്ടർലൈൻ ആണോ, ഓൾ ഓഫ് ദീസ് ആണോ? ഏതാണ് യൂസ് ചെയ്യുന്നത്? ഇത് എല്ലാം ഒരു ലെറ്ററിനെ അല്ലെങ്കിൽ ടെക്സ്റ്റിനെ, വേർഡിനെയൊക്കെ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബോൾഡ് യൂസ് ചെയ്യാം, ഇറ്റാലിക് യൂസ് ചെയ്യാം, അണ്ടർലൈൻ യൂസ് ചെയ്യാം. അപ്പോൾ ആൻസറായിട്ട് വരുന്നത് ഏതാണ്? ഓൾ ഓഫ് ദീസ് ആണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് കിട്ടിയിട്ടുണ്ട്, ഇതിൽ നിന്ന് എത്രത്തോളം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾ തന്നെ വെരിഫൈ ചെയ്ത് നോക്കുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്